ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷയ്ക്കായി ജനമൈത്രി പോലീസിന്റെ വിപുലമായ പദ്ധതി. പുനലൂരിലും തെന്മലയിലും പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. അവഗണനയിലും അപകടഭീതിയിലും ദുരിതത്തിലായി അണ്ടൂർ പച്ച പുറമ്പോക്ക് നിവാസികൾ. ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കം. ചിതറയിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ ആഹാര സാധനങ്ങൾ പിടികൂടി. വാർത്തകൾ വിശദമായി. പുനലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രാദേശികതല പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടി തിങ്കളാഴ്ച സമാപിക്കും. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കി വരുന്ന വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയായ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രാദേശികതല പരിശീലനമാണ് വെള്ളിയാഴ്ച പുനലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. തിങ്കളാഴ്ച പരിശീലന പരിപാടി സമാപിക്കും. പരിപാടിയിൽ പുനലൂർ മുനിസിപ്പൽ അതിർത്തിയിലുള്ള 74 അംഗൻവാടി വർക്കർമാർ, പുനലൂർ നഗരസഭയിലെ ആശാ വർക്കർമാർ, വനിതാ കൌൺസിലർമാർ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം റൂറൽ വനിതാ സെൽ ഇൻസ്പെക്ടർ അനിതാകുമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത്തരം ട്രെയിനിങ്ങുകൾ നടക്കുന്നത്. നിശ്ചയമായും നിങ്ങൾ ഈ ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള ആളുകൾ ഇത് നല്ലതുപോലെ മനസ്സിലാക്കി വാർഡ് തലത്തിൽ ഈ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ പാക്കേജ് പഠിപ്പിച്ചെടുക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് പുനലൂർ ജനമൈത്രി പോലീസ് CRO S ശശിധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഭാഷ് ജി നാഥ്, ലളിതമ്മ, വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ് തിലകൻ എന്നിവർ സംസാരിച്ചു. ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ ജോർജ് കുട്ടി കൃതജ്ഞത രേഖപ്പെടുത്തി. സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ സജീർ എസ്, കൊല്ലം റൂറൽ ജില്ലാതല ട്രെയിനർമാരായ വിജി, ആശാദേവി, രജനി, ലത, ഗിരിജാകുമാരി, വിജിത, ഉഷ എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഈ പദ്ധതിയിലൂടെ
പരിശീലനം സിദ്ധിക്കുന്ന അംഗൻവാടി വർക്കർമാരെയും ആശാ വർക്കർമാരെയും മറ്റ് ജില്ലാതല ട്രെയിനർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി മുഖാന്തരവും റെസിഡൻസ് അസോസിയേഷൻ മുഖാന്തരവും കുടുംബശ്രീ യൂണിറ്റുകൾ മുഖാന്തരവും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും തുടർന്ന് സ്ത്രീ സുരക്ഷാ പദ്ധതി ട്രെയിനിംഗ് നടപ്പിലാക്കുന്നതാണ്. 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ 17 മണിക്കൂറും കായിക പരിശീലനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു. സ്ത്രീ സുരക്ഷ എന്ത്, കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്ത്രീകൾക്കുള്ള നിയമപരിരക്ഷ, സ്ത്രീ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും പോലീസ് നൽകുന്ന സംവിധാനങ്ങൾ, സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും അക്രമിയുടെ സ്വഭാവവും എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 3 മണിക്കൂർ ദൈർഘ്യമുള്ള പഠന ക്ലാസ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാവിധ അതിക്രമങ്ങളെയും ചെറുത്തു നിൽക്കുന്നതിനാവശ്യമായ മാനസികവും ശാരീരികവുമായ ശേഷി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെയും കമ്മ്യൂണിറ്റി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കുമായി കരാട്ടെ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പുനലൂർ ഡിവൈഎസ്പി മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെയും കമ്മ്യൂണിറ്റി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുടുംബശ്രീ അംഗങ്ങൾക്കും സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുമായി സ്ത്രീ സുരക്ഷാ കരാട്ടെ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇവരെ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ തെന്മല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പുനലൂർ ഡിവൈഎസ്പി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. എന്താണ്? ബാല്യത്തിലും കൗമാരത്തിലും രക്ഷകർത്താക്കളുടെ സംരക്ഷണയിലും, യൗവനമാകുമ്പോൾ ഭർത്താവിന്റെ സംരക്ഷണയിലും, വയസ്സാകുമ്പോൾ മക്കളുടെ സംരക്ഷണയിലാണെന്നാണ് വായിപ്പ് ഉണ്ടാകുന്ന എനിക്ക് അറിയുന്നത്. എന്നിട്ട് അവസാന ഒരു വാക്കുകൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യമാക്കി. എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പൊ അതൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം, ആത്മഹത്യ, ചപ്പ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഒരു വനിതയാണ്. പണ്ട് അങ്ങനെ ഒന്നും സ്വപ്നം കാണാൻ പോലും പറ്റാതിരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 33% അല്ലെ, 33% എല്ലാ മേഖലകളിലും സംവരണം വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും സ്ത്രീകൾ ശക്തി പ്രാപിച്ചു വരികയാണെന്നും എന്നാൽ ഇപ്പോഴും സ്ത്രീകളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്താൻ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജ അധ്യക്ഷയായി. കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ സുരേഷ്, സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. തെന്മല പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിൾ രജീന കരാട്ടെ ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. കേരള വിശ്വകർമ്മ സഭ പത്തനാപുരം താലൂക്ക് യൂണിയന്റെ ഓഫീസ് രേഖകളും അനുബന്ധ സാധനങ്ങളും കോടതി ഉത്തരവ് പ്രകാരം ഭാരവാഹികൾക്ക് തിരിച്ചു നൽകി. പുനലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതായിരുന്നു ഉത്തരവ്. കേരള വിശ്വകർമ്മ സഭ പത്തനാപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ശേഷവും ടി.കെ. സോമശേഖരൻ ഓഫീസ് രേഖകളും ഓഫീസ് അനുബന്ധ ഉപകരണങ്ങളും അനധികൃതമായി കൈവശം വെച്ച് ദുരുപയോഗം ചെയ്തു വരുന്നതായി ഭാരവാഹികൾ പുനലൂർ കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ രേഖകളും ഓഫീസ് സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തിരുന്നു. തുടർന്നാണ് ഇത് വിട്ടുകിട്ടുന്നതിനായി സംഘടനാ ഭാരവാഹികൾ വീണ്ടും പുനലൂർ കോടതിയെ സമീപിച്ചത്. പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി. മഞ്ജുവാണ് ഓഫീസ് രേഖകളും ഓഫീസ് സാമഗ്രികളും ഭാരവാഹികൾക്ക് വിട്ടു നൽകാൻ ഉത്തരവായത്. വിശ്വകർമ്മ സഭയുടെ ഭാരവാഹികളായ കെ. സോമരാജൻ, ജി. ഭാർഗവൻ, ശിവപ്രസാദ് മയൂരം എന്നിവർ അഡ്വക്കേറ്റ് എൻ. രാജേഷ് മുഖേനയാണ് കോടതിയെ സമീപിച്ചത്. വിശ്വകർമ്മ സഭയുടെ പേര് ദുരുപയോഗം ചെയ്ത ചിലർ പുനലൂർ പത്തനാപുരം താലൂക്കിൽ അനധികൃത സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു. 17/4/2014 ഈ ടി.കെ. സോമശേഖരനും ഈ ഓഫീസ് സാമഗ്രികളും റെക്കോർഡുകളും സൂക്ഷിച്ച മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും ഈ റെക്കോർഡുകൾ കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പുനലൂർ പോലീസ് പിടിച്ചെടുക്കുകയും ആ റെക്കോർഡുകൾ ഇപ്പോൾ കേരള വിശ്വകർമ്മ സഭയുടെ ഭാരവാഹികൾക്ക് തിരികെ കിട്ടുന്ന ഒരു സാഹചര്യവും കോടതി ഉത്തരവ് മൂലം ഉണ്ടായിരിക്കുകയാണ്. അന്നേരം ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്, കേരള വിശ്വകർമ്മ സഭ എന്ന് പറയുന്ന അതേ പേരുപയോഗിച്ച് ഒരു ബദൽ സംഘടന ഒരു വ്യാജമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്ന ചിലർ ഈ പത്തനാപുരം താലൂക്കിലും പുനലൂർ താലൂക്കിലും അവരിൽ നിന്നും സംഘടനാ സംബന്ധമായ റെക്കോർഡുകളും അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കാളിയാകാതിരിക്കാനും ഈ പത്തനാപുരം പുനലൂർ താലൂക്കുകളിലെ വിശ്വകർമ്മ സമുദായ അംഗങ്ങളോട് ഈ പത്തനാപുരം താലൂക്ക് കേരള വിശ്വകർമ്മ സഭയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വെള്ളിയാഴ്ച ഭാരവാഹികൾ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടക്കലിൽ സർവീസിലിരിക്കെ മരണപ്പെട്ട എ.എസ്.ഐ മുഹമ്മദ് ഇക്ബാലിന്റെ അനുസ്മരണവും കുടുംബസഹായ നിധി വിതരണവും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കൊല്ലം എം.പി. എൻ.കെ. പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കും അതുപോലെ പോലീസ് സേനയ്ക്കും ഒക്കെ ആദരവും ബഹുമാനവും ഉള്ള നിലയിൽ വളരെ വളരെ യുക്തിബോധത്തോടുകൂടി ശരിയായ രൂപത്തിൽ പോലീസ് സേനയുടെ സർവീസ് കൃത്യതയോടുകൂടി നിർവഹിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്തരിച്ചുപോയ മുഹമ്മദ് ഇക്ബാൽ. ഏതാണ്ട് 50-ാമത്തെ വയസ്സിലാണ് കിഡ്നി സംബന്ധമായ രോഗബാധിതനായി അദ്ദേഹം മരണത്തോട് സന്ധി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നാടിനോട് നമ്മോട് വിട പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും 2 മക്കളും മറ്റു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം ഒരു കാരണവശാലും എന്ത് കൊടുത്താലും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല ആ നഷ്ടം. പക്ഷേ നമുക്കെല്ലാം അറിയുന്നത് പോലെ മരണം പ്രകൃതിയുടെ പ്രതിഭാസമാണ് എന്നതുകൊണ്ട് തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ അദ്ദേഹത്തിന്റെ മുഹമ്മദ് ഇക്ബാലിന്റെ വേർപാടിലൂടെ ഉണ്ടായ ആ വിരഹ ദുഃഖത്തിൽ നിന്ന്, വേർപാടിൽ നിന്നുണ്ടായ ദുഃഖത്തിൽ നിന്ന് വളരെ വേഗം മോചിതമായി കൂടുതൽ കരുത്തോടും ശക്തിയോടും കൂടി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്കും കുഞ്ഞുങ്ങൾക്കും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും ഒക്കെ അവസരമുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുകയാണ്. ചടങ്ങിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറൽ പ്രസിഡന്റ് ഷാജി മത്തായി അധ്യക്ഷനായി. സെക്രട്ടറി KY ജോൺസൺ സ്വാഗതം പറഞ്ഞു. കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ സർവീസിലിരിക്കെയാണ് ASI മുഹമ്മദ് ഇക്ബാൽ മരണപ്പെട്ടത്. അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ധനസഹായം MLA മുല്ലക്കര രത്നാകരൻ മുഹമ്മദ് ഇക്ബാലിന്റെ കുടുംബത്തിന് കൈമാറി. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ബിജു, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി K മണികണ്ഠൻ നായർ, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി GR അജിത്, പുനലൂർ DYSP മധുസൂദനൻ, SI മാരായ KB മനോജ് കുമാർ, CL സുധീർ, വനിതാ സെൽ ഇൻസ്പെക്ടർ P അനിതാകുമാരി, കടയ്ക്കൽ SI റിൻസൺ തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ.
പുറമ്പോക്ക് നിവാസികൾ. മാറി മാറി വരുന്ന ഭരണസമിതിയുടെ അവഗണനയ്ക്ക് പാത്രമാവാനാണ് ഇവരുടെ വിധി. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഉറുകുന്ന് അണ്ടൂർപ്പച്ച വളവിന് സമീപത്തെ പുറമ്പോക്ക് നിവാസികളുടെ അവസ്ഥയാണ് ഏറെ പരിതാപകരം. സ്വന്തമായി ഭൂമിയില്ലാതെ റോഡ് പുറമ്പോക്കിൽ കഴിയുന്ന ഇവിടുത്തുകാർ വർഷങ്ങളായി അപകട ഭീഷണി നേരിടുകയാണ്. മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതികളോട് തങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വീതമെങ്കിലും അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ഇതിനിടെ പലതവണ വാഹനങ്ങളിടിച്ച് വീടുകൾക്ക് തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു. മിക്ക വീടുകളും ഇപ്പോൾ പൂർണ്ണ തകർച്ചയുടെ വക്കിലാണ്. തങ്ങൾക്ക് സ്വന്തമായി വസ്തു നൽകണമെന്നാവശ്യപ്പെട്ട് 15 വർഷക്കാലമായി പഞ്ചായത്ത് അംഗത്തെ സമീപിച്ചുവെങ്കിലും അവഗണനയാണ് നേരിടുന്നതെന്ന് ഇവർ പറയുന്നു. കൂടാതെ പഞ്ചായത്തിൽ നിന്നും വ്യക്തിഗത ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണത്രേ. ദാരിദ്ര്യത്തിന്റെ മൂർധന്യാവസ്ഥയിൽ താമസിക്കുന്ന ഇവരിൽ മിക്കവരും APL കാർഡാണ് എന്നുള്ളതാണ് ഏറെ വിരോധാഭാസം. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി രാത്രിയിൽ മരണഭീതിയിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും തങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഭരണകൂടങ്ങൾ ഉടൻ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇവിടെ ഇറങ്ങി പലരോടും പല പ്രാവശ്യം പറഞ്ഞ് എല്ലായിടും 3 സെന്റ് സ്ഥലമുണ്ട് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് തരാം, ഇന്ന് വരെ തന്തി ഈ റോഡ് പുറമ്പൊക്കെ ഞങ്ങൾക്ക് തരത്തില്ലെന്നും പറഞ്ഞാൽ അവരുടെ ആൾക്കാർക്ക് മാത്രമേ അവരുടെ പാർട്ടിക്കാർക്ക് കൊടുക്കൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ ഞങ്ങൾക്ക് ഈ ഇട്ടേക്കുന്നത്. ഞങ്ങൾ 3 ട്രിപ്പ് ഈ വണ്ടി ഇറങ്ങി ഈ വണ്ടിക്കകത്ത് വളരെ അപകടം. ഈ അടുക്കളയിൽ നിന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് പല പ്രാവശ്യം ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും തിരിഞ്ഞ് ഇന്ന് വരെ നോക്കിയിട്ടില്ല. ഞങ്ങൾ അഥവാ ഞങ്ങൾ വാർഡ് മെമ്പറോട് വിളിച്ച് പറയാൻ വന്ന് നോക്കുക, അല്ലെങ്കിൽ അതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് പോലും ചോദിക്കുകയില്ല, നോക്കത്തൂല, അതിനൊരു മറുപടിയില്ല. പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെ കിടക്കുന്നത് വളരെ ഭയപ്പെട്ടാണ് കിടക്കുന്നത്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് തന്നാലും ഇവിടുത്തുള്ള മെമ്പർ തരാൻ സമ്മതിക്കത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പേടിച്ച് ഭയന്നാ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. വണ്ടി ഇറങ്ങി കിടന്നപ്പോൾ മെമ്പറിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു ഇവിടെ അനധികൃതമായ പുറമ്പോക്ക് എന്തിനാ വീട് കൊണ്ടുവച്ച് അങ്ങനെ വണ്ടി വന്ന് കയറും, ആണെങ്കിൽ സഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചാവും, അങ്ങനെ കാശുള്ളവരുടെ കൂടെ അവർ നിൽക്കത്തോളം എന്നും പറഞ്ഞു. ഞങ്ങളിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 10-60 വയസ്സായി. അത്രയും വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മയുടെ കാലം മുതൽ ഞങ്ങൾ ഇവിടെ ഉള്ളതാണ്. കുറെ നാളോട്ട് പറയുന്നുണ്ട് സ്ഥലം കിട്ടുന്നില്ല, ഞാൻ കൂടെ തരുന്നുമില്ല. ഞങ്ങൾ പള്ളിയിൽ പോകുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ വീടെല്ലാം ഇടിഞ്ഞിരിക്കുക നോക്കുക. ഞങ്ങൾ 2 പെൺപിള്ളേരില്ലെങ്കിൽ അവരെയും കൊണ്ട് എവിടെയെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ പോകും. മെമ്പറോട് പറഞ്ഞാൽ അവർ ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ഞങ്ങൾ അച്ഛനോ ഞങ്ങൾക്കൊന്നും തരുന്നില്ല. ന്യൂസ് ബ്യൂറോ തെന്മല. മത്സ്യത്തൊഴിലാളി യൂണിയൻ സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ വിവാഹവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. കടയ്ക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പരിപാടി NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. കടയ്ക്കൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ സാധു സംരക്ഷണ സമിതിയുടെ 22ാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് സമൂഹ വിവാഹവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചത്. ഐരക്കുഴി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജനാബ് നിസാറുദ്ദീൻ മദ്വിയുടെ കാർമ്മികത്വത്തിലാണ് സമൂഹ വിവാഹം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ കുടുംബത്തിലെ കുട്ടികളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാത്ത ദുരിതത്തിലേക്കാണ് ഇപ്പോൾ കാലം നീങ്ങുന്നത്. കടമെടുത്തും വീട് പണയം വെച്ചും വസ്തു ഈട് നൽകിയും പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഈ ആർഭാടപൂർവമായ വിവാഹം നടത്തി കുട്ടികളെ പറഞ്ഞയച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതി സാഹചര്യം ഇന്ന് വരുന്നു. അവിടെയാണ് സത്യത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമായി വരുന്നത്. അപ്പൊ വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഒരു സാമൂഹ്യ പ്രശ്നമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സാമൂഹ്യ പ്രശ്നമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ചടങ്ങിൽ മുല്ലക്കര രത്നാകരൻ MLA അധ്യക്ഷനായി. സാധു സംരക്ഷണ സമിതി സെക്രട്ടറി AK അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S അരുണാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം PR പുഷ്കരൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ J ബിജു, കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RS ബിജു, കുമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E നസീറ ബീവി, ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത കൈലാസ്, KPCC അംഗം അഡ്വക്കേറ്റ് S രാധാകൃഷ്ണൻ, ജനതാദൾ കൊല്ലം ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് രാജധാനി, ഡോക്ടർ MS മൗലവി, M നസീർ, S ബുക്കാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കടക്കൽ.
ചിതറയിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി. നിരവധി സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തു. ചിതറയിൽ ഹോട്ടലുകളിലും ബേക്കറികളിലുമാണ് ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന നടന്നത്. പഴകിയ ആഹാര സാധനങ്ങൾ, പഴക്കം ചെന്ന എണ്ണ, കാലാവധി കഴിഞ്ഞ സാധനങ്ങൾ എന്നിവ പിടികൂടി. നിലമേൽ, മാങ്കോട്, മടത്തറ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ കണ്ടെത്തിയ പഴകിയ ആഹാര സാധനങ്ങൾ പിടികൂടി നശിപ്പിച്ചു. ഫ്രിഡ്ജിലും ഫ്രീസറുകളിലും സൂക്ഷിച്ചിരുന്ന പഴകിയ ആഹാര സാധനങ്ങളും ഇറച്ചികളും പിടികൂടി. ബേക്കറികൾ കലക്കി വെച്ചിരുന്ന ഗുണനിലവാരമില്ലാത്ത ശീതളപാനീയങ്ങളും പിടികൂടി നശിപ്പിച്ചു. ചില സ്ഥാപനങ്ങൾക്ക് താക്കീത് നൽകുകയും ചിലത് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തുറന്നു പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശവും നൽകി. എല്ലാ ഹോട്ടലുകളും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളിലും പഴകിയ സാധനങ്ങളും അതേപോലെ തന്നെ എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഹോട്ടലുകളിൽ ഞങ്ങൾ നോട്ടീസ് കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിതറ പഞ്ചായത്തിൻ്റെ, കടക്കൽ പഞ്ചായത്തിൻ്റെയും കുന്നൽ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ കൂടി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പരിശോധന നടത്തുന്നത്. അത് പല സ്ഥാപനങ്ങളിലും ഈ പഴകിയ ആഹാര സാധനങ്ങൾ, പ്രത്യേകിച്ച് എണ്ണയും മറ്റുമൊക്കെ ഉണ്ട് എന്നുള്ള പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു പരിശോധന നടത്തിയിട്ടുള്ളത്. എല്ലാ കടക്കാർക്കും വളരെ ശക്തമായി തന്നെ ഞങ്ങൾ വാണിംഗ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ കർശനമായിട്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. തുടർന്നും വീഴ്ച കണ്ടെത്തുന്ന കടകളെ തരത്തിൽ വരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനടപടികളുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഏരൂർ പാണയത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുല്ലാനി മൂർഖനെ പാമ്പ് പിടുത്ത വിദഗ്ധൻ ഏരൂർ സജു പിടികൂടി. പാമ്പ് പിടുത്ത രംഗത്ത് കഴിഞ്ഞ 7 വർഷമായി സജീവ സാന്നിധ്യമാണ് ഏരൂർ സജു. ദിവസങ്ങളായി അഞ്ചൽ പാണയത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുല്ലാനി മൂർഖനെയാണ് ഏരൂർ സൗമ്യ ഭവനിൽ സജു കീഴ്പ്പെടുത്തിയത്. പുഞ്ചിരിയോടെ മൂർഖനെ സമീപിച്ച സജുവിന്റെ മുന്നിൽ ചില ചെറിയ ചെറുത്തുനിൽപ്പുകൾ മൂർഖൻ കാഴ്ചവെച്ചുവെങ്കിലും ഒടുവിൽ സൗമ്യനായി കീഴടങ്ങി. ഇവിടെ പട്ടിയുടെ അടുത്തോട്ട് നിൽക്കൂ. ആ കാട്ടു അങ്ങനെയും കൂടെ ഞാൻ കാണാൻ ഒരു രസമുണ്ട്. ഇവിടെ പട്ടിയുടെ അടുത്തോട്ട് നിൽക്കൂ. ആ കാട്ടു അങ്ങനെയും കൂടെ ഞാൻ കാണാൻ ഒരു രസം. കഴിഞ്ഞ 7 വർഷമായി സജു പാമ്പ് പിടുത്തം തുടങ്ങിയിട്ട് ഇതിനകം 10,000-ഓളം പാമ്പുകളെ സജു പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏരൂർ കരിമ്പിൻ കോണത്തു നിന്നും ഒരു കാട്ടുപാമ്പിനെയും സജു പിടികൂടിയിരുന്നു. പാമ്പിനോട് താല്പര്യം തോന്നിയ 4ാം ക്ലാസ്സുകാരൻ ഉണ്ണിക്കുട്ടനും സജുവിനോടൊപ്പം പാമ്പ് പിടിക്കാൻ കൂടിയിട്ടുണ്ട്. ഏരൂർ സ്വദേശി സുരേഷിന്റെ മകനാണ് 9 വയസ്സുകാരനായ ഉണ്ണിക്കുട്ടൻ. തനിക്ക് പാമ്പ് പിടുത്തത്തിന് പരിശീലനം നൽകാൻ ഗുരുക്കൾ ഇല്ലായിരുന്നു എന്നും താൻ സ്വയം ആർജിച്ച കഴിവുകളാണ് പാമ്പ് പിടുത്തത്തിന് ഉപയോഗിക്കുന്നതെന്നും പാമ്പ് ഒരു ഉപദ്രവകാരിയായ ജീവിയല്ലെന്നും സജു അഭിപ്രായപ്പെട്ടു. എല്ലാം ഉണ്ട്, തെങ്ങേറ്റവും കാടുവെട്ടും എല്ലാം പരിപാടി. പിന്നെ മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരോട് എല്ലാവരോടും എപ്പോഴും ഒരു മൃഗങ്ങളെങ്കിലും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ളൊരവസ്ഥയാണ്. പാമ്പിനെയും പട്ടികളെയും എല്ലാത്തിനെയും ഇഷ്ടമാണ്. എല്ലാത്തിനും തേച്ച് ഇതില് ഒന്നും ഒരു ഗുരുക്കന്മാരൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും പെട്ടെന്ന് മുഖത്ത് വേറെ ഭാവ വ്യത്യാസങ്ങളില്ലാതെ നേരിട്ട് നോർമലായിട്ട് നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ഇഷ്ടമാണ്. കാരണം ഇതൊന്നും എല്ലാ പാവം ജീവികളാണ്. ഇതൊന്നും നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് നമ്മളുടെ ഏതെങ്കിലും അത്രത്തോളമുള്ള ക്രൂരതകൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് മാത്രമേ ഇവരെ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെയ്യുള്ളൂ. അങ്ങനെ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ പാമ്പ്? എന്നെ ഒരു 2 വട്ടം കഴിച്ചിട്ടുണ്ട്. 2 വട്ടം 2 മൂർഖൻ. അത് ഒന്ന് എന്റെ അശ്രദ്ധ കൊണ്ട് കഴിച്ച് ശ്രദ്ധ മാറിപ്പോയതുകൊണ്ടായിരുന്നു. പിന്നെ ഒരാള് ഒരു സഹായിച്ചപ്പോ കടിച്ച്. ഞാൻ 2 കടി, അല്ല വലിയ ഡേഞ്ചറായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കടിയൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ അത്യാവശ്യം ചെറിയ കടിയൊക്കെയാന്ന് ഒരു വിഷകാരിയുണ്ട്, രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്, വിളക്കോര പുള്ളിയുടെ വീട്ടിൽ നല്ല വിഷ ചികിത്സ, പച്ചമരുന്നുകളുടെ ചികിത്സ എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതോ വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 10-15,000 പാമ്പുകളെ കൂടുതൽ പിടിച്ചു. 7 വർഷമായിട്ട് ഇപ്പൊ 5 ഫോറസ്റ്റിന് വേണ്ടി പാമ്പുകളെ പിടിക്കുന്ന 5 റേഞ്ചേഴ്സിന് വേണ്ടി. ലൈവ് വാർത്ത അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്,
as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ഓധറാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ NSS കരയോഗം പ്രവർത്തനം ആരംഭിച്ചു. താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് R ബാലകൃഷ്ണപിള്ള കരയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നായർ സമൂഹം ഒരു കാലത്ത് ഒരുമയും പ്രമാണിത്വവും ഉള്ളവരായിരുന്നുവെന്നും എന്നാൽ ഇന്ന് ഒരുമ നഷ്ടപ്പെട്ടു പോയെന്നും R ബാലകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടു. നായർ വളരെ നല്ലവനാണ്, ആരോടും വിരോധമില്ലാത്തവനാണ്. നായർ ആരെയും സഹായിക്കുന്ന ആളാണ്. കക്ഷിയോ ജാതിയോ നോക്കാൻ സഹായിക്കും. പക്ഷേ ഒരു നായരും മറ്റൊരു നായരെ സഹായിക്കുകയില്ല. ഇതാര് പറഞ്ഞാൽ അറിയാമോ? അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് ഞാൻ പറഞ്ഞതല്ല, ഇന്റർനെറ്റ് എടുത്തു വെച്ച് മരണത്തിന്റെ സൂക്തങ്ങൾ എന്നുള്ള ഇന്റർനെറ്റ് ഇട്ടാൽ കാണാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ വാചകം. നായർ സമുദായാംഗങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം വിശദീകരിച്ചു. ഒന്നിച്ചു നിൽക്കണം, സമുദായത്തിൽ ദോഷമില്ലാത്ത രാഷ്ട്രീയം സ്വീകരിക്കണം, സമുദായത്തെ അപമാനിക്കുന്ന രാഷ്ട്രീയം സ്വീകരിക്കരുത്. മൈക്ക് കണ്ടാൽ TV-കാരനെ കണ്ടാൽ നായർ തെറി പറയുന്ന, നായർ നേതാക്കന്മാരെ തെറി പറയുന്ന, വായു തുമ്പുമില്ലാതെ തെറി പറയുന്ന രാഷ്ട്രീയക്കാരന്റെ പുറകെ പോകാൻ ഏത് അടിസ്ഥാനത്തിലാണെങ്കിലും ഏത് കുടിയുടെ കാര്യത്തിലാണെങ്കിലും നായർക്ക് അവകാശമില്ല, അധികാരമില്ല എന്ന് ഉറപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് P നാരായണപിള്ള അധ്യക്ഷനായി. S ശ്രീകുമാരൻ നായർ സ്വാഗതം പറഞ്ഞു. പത്തനാപുരം താലൂക്ക് NSS യൂണിയന്റെ നിർദ്ദേശാനുസരണവും പ്രവർത്തന സൗകര്യാർത്ഥവും 1215 നമ്പർ അഗസ്ത്യക്കോട് NSS കരയോഗം വിഭജിച്ചാണ് പുതിയതായി ശ്രീ മഹാദേവ NSS കരയോഗം രൂപീകരിച്ചത്. ചടങ്ങിൽ ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവായ IR അജയകുമാറിനെ ആദരിച്ചു. പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് MP ഗോപിനാഥപിള്ള, NSS യൂണിയൻ സെക്രട്ടറി G അശോക് കുമാർ, ഭരണസമിതി അംഗമായ R സുരേന്ദ്രൻ നായർ, NSS ഇൻസ്പെക്ടർ S മഹേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 60ാം വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും തിങ്കളാഴ്ച നടക്കും. വാർഷികാഘോഷ പരിപാടികൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വലിയകാവ് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 60ാം വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഘവും തിങ്കളാഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1950കളിൽ TG കുഞ്ഞാപ്പൻ മാനേജർ എന്ന് പറഞ്ഞ പരിണത പ്രജ്ഞനായിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തുടങ്ങി വെച്ച സ്കൂളാണ്. പിന്നീട് 1956-57 കാലഘട്ടത്തിൽ വലിയകാവ് വെൽഫെയർ LP സ്കൂളായി ഗവൺമെന്റ് ഏറ്റെടുത്തത്. മലയോര മേഖലയായ പ്രദേശത്ത് കുടിയേറി വന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ
ശ്രീ ടി കുഞ്ഞാത്തൻ മാനേജർ തുടങ്ങി വെച്ച സ്കൂള് പിന്നീട് 56 കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം വർഷങ്ങളായി ലോവർ പ്രൈമറി സ്കൂളായി നിലനിന്നു പോകുന്നു. 1990-91 കാലഘട്ടത്തിൽ ബഹുമാന്യനായ ഇ ചന്ദ്രശേഖരനായ പത്തനാപുരത്തിന്റെ MLA-യും കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്വന്തം സ്കൂൾ തുടങ്ങാൻ നാട്ടിലെ ഒരാൾ എന്തുമാത്രം ബുദ്ധിമുട്ടുമോ അതുപോലെ നാട്ടിലെ ഓരോരുത്തരും തങ്ങളെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് 90-91 കാലഘട്ടത്തിൽ അന്നത്തെ ഗവൺമെന്റ് ഒരേ സമയം 5-ഉം 8-ഉം അനുവദിച്ച് ഹൈസ്കൂളാക്കി മാറ്റിയത്. 11-ാം തീയതി 11 മണിക്ക് കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ അവർ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യനായ ലോകസഭാ MP കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. ബഹുമാന്യനായ രാജ്യസഭാ അംഗം KN ബാലഗോപാൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പ്രിയപ്പെട്ട പത്തനാപുരത്തിന്റെ MLA KV ഗണേഷ് കുമാർ അധ്യക്ഷം വഹിക്കുന്ന യോഗത്തിൽ പന്തലൂരിന്റെ പ്രിയങ്കരനായ MLA രാജസാറ്, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ പൂർവ്വകാല അധ്യാപകൻ അന്നത്തെ ഹെഡ് മാസ്റ്റർ രാജൻ സാറിനെ ആദരിക്കുന്നു. പിന്നീട് പ്രിയപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വേണുഗോപാൽ, അഡ്വക്കേറ്റ് വേണുഗോപാൽ, പിന്നീട് ബ്ലോക്കിന്റെ പ്രസിഡന്റ് സജീഷ്, പറവന്തൂരിന്റെ പ്രസിഡന്റ് ശശികല, തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് ലൈലജ, പറവന്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ്, അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മെമ്പർമാർ ഒക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിർവഹിക്കും. പത്തനാപുരം MLA KV ഗണേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് അംഗം S വേണുഗോപാൽ സ്വാഗതം പറയുന്ന ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. ഫോട്ടോ അനാച്ഛാദനം KN ബാലഗോപാൽ MP നിർവഹിക്കും. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ റജി ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ്, പുനലൂർ DEO ആനന്ദകുമാർ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈലജ, പുനലൂർ AEO ഉണ്ണികൃഷ്ണൻ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A റഷീദ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2:30 മുതൽ പ്രൊഫസർ മസൂദൻ നായർ, കുരീപ്പുഴ ശ്രീകുമാർ, ഗണപൂജാരി തുടങ്ങിയവർ പങ്കെടുക്കുന്ന കവിയരങ്ങം ഉണ്ടാകും. വൈകിട്ട് 4 മണി മുതൽ ശാസ്താംകോട്ട നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പിന്റെ നാടൻപാട്ടും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ മഹാദേവർമൺ R ഉദയൻ, വിജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ സുരക്ഷയ്ക്കായി ജനമൈത്രി പോലീസിന്റെ വിപുലമായ പദ്ധതി. പുനലൂരിലും തെന്മലയിലും പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. അവഗണനയിലും അപകടഭീതിയിലും ദുരിതത്തിലായി അണ്ടൂർ പച്ച പുറമ്പോക്ക് നിവാസികൾ. ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കം. ചിതറയിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ ആഹാര സാധനങ്ങൾ പിടികൂടി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.